നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ സ്നേഹിക്കുന്ന പെണ്ണിനെ കാവലിരിക്കുന്നത് നിന്റെ അവകാശമാണ്. നീ ഒന്ന് ചെല്ലു മോനെ. ഇത് പുറത്തുനിന്ന് വാങ്ങിക്കണം. ഞാൻ കുറച്ചു കഴിഞ്ഞ് വന്ന് നോക്കിക്കൊള്ളാം. ശരി ഡോക്ടർ. ബ്ലഡ് റിസൾട്ട് കിട്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടോ? ശരി മാഡം. കുറെ നേരമായിട്ട് ഒരേ നിൽപ്പ് നിൽക്കുകയല്ലേ? ടോയ്ലറ്റിലൊക്കെ പോണെങ്കിൽ പോയിട്ട് വരാം കേട്ടോ. അതെ. എടാ പിന്നെ നിത്യമൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ബോധം വീണിട്ടില്ല. കുഴപ്പമൊന്നും കാണില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. ഓ ദൈവം. രജിസ്റ്റർ ഓഫീസിൽ സംഭവിച്ചത് നിസ്സാര കാര്യമൊന്നുമല്ലല്ലോ. അതിന്റെ സമ്മർദ്ദം താങ്ങാനുള്ള ശേഷിയൊന്നും നിത്യയുടെ മനസ്സിലുണ്ടാവില്ല. എല്ലാം മംഗളായിട്ട് തീരുന്നു പ്രതീക്ഷിച്ച സമയത്താണല്ലോ ഇങ്ങനെയൊക്കെ. അതൊക്കെ തോന്നലല്ലേ അമ്മാവ. നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ട് കുറെ സ്വപ്നങ്ങളൊക്കെ നെയ്തുണ്ടാക്കും. അതൊക്കെ പൊട്ടിക്കാൻ ശേഷിയുള്ള ആളുകൾ പുറത്തുണ്ടെന്ന് നമ്മളപ്പ ചിന്തിക്കില്ലല്ലോ. അത്രേ ഉള്ളൂ. ഒരു കണക്കിന് നന്നായി. ഈ വിവാഹം നടക്കുന്നതിന് നിത്യയ്ക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല. അതങ്ങ് മുടങ്ങി കിട്ടിയല്ലോ. കല്യാണം ആഗ്രഹിച്ചിട്ടില്ലെന്ന് നിന്നോട് നിത്യ പറഞ്ഞിട്ടുണ്ടാവും. എടാ അവളുടെ ഉള്ളിൽ അങ്ങനെയാണോ? നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? എന്റെ അമ്മാവ, ഞാനിപ്പോ ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയില്ല. വെറുതെ ആവശ്യമില്ലാതെ ഈ ആളുകളെ മുഴുവൻ ചിരിപ്പിക്കാൻ വേണ്ടി വേഷം കെട്ടിയ ഒരു കോമാളിയെ പോലെ. അയ്യയ്യയ്യേ, അങ്ങനെയൊന്നുമില്ല. അല്ല അമ്മാവ, ഒന്നും വേണ്ടായിരുന്നു. പഴയതുപോലെ അമ്മാവനും എന്റെ മോളും ഞാനും എന്ന് പറഞ്ഞ് ഒതുങ്ങി എവിടെയെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നു. പുറത്തു നിന്ന് വരുന്നവരൊക്കെ തടഞ്ഞു നിർത്താൻ കഴിയണമായിരുന്നു.
അമ്മാവ നമുക്കങ്ങ് പോയാലോ? ഹാ, നീ എന്തോ ഈ പറയുന്നേ? നിത്യമൊക്കെ ബോധം തെളിയുണ്ടായോ? അതിനു മുമ്പ് നമ്മൾ എങ്ങനെ ഇവിടുന്ന് പോവും? എടാ, അങ്ങനെ നമ്മളിവിടെ ഇട്ടിട്ട് പോയാല് വീടിന്റെ ജീവന്റെ മനസ്സില് സംശയം അങ്ങോട്ട് ബലപ്പെടില്ലേ? ഇല്ലേ? എന്ത് സംശയം? സംശയം എടാ മോനെ, ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള സംശയം അമ്മാവ അതൊക്കെ എപ്പോഴേ അവര് മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടുപേരെ നമുക്ക് നന്നായിട്ട് അറിയാന്നുള്ളല്ലേ. പിന്നെ അറിയുന്നതൊന്നും അവര് മുഖത്ത് കാണിക്കില്ല. അതാ അവരുടെ മിടുക്ക്. ആ മിടുക്കിന് മുമ്പില് നമ്മൾ തോക്കാൻ നിൽക്കണോ? എടാ അതെ, മറ്റെന്തൊക്കെ മറന്നാലും മോനെടാ, നീ സുജാതയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട് ഇല്ലേ? ആ പാവതിത്തേക്ക് ഒന്നും വരുത്താതെ കാത്തോളാന്ന്. വേണ്ടേടാ മോനേടാ, നീ അത് മറക്കരുത് മോനെ. ദേ, ഇങ്ങനൊരു അവസരത്തില്ലേ നമ്മള് ഒന്നും നോക്കാതെ പോകുക എന്ന് പറഞ്ഞ അത് സുജാതയെ ചതിക്കുന്ന പോലെ തന്നെയാ. എടാ, സുജാതയും നിന്റെ അമ്മ തന്നെയല്ലേ മോനെ? എടാ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ 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 മുറി ചെന്ന് നിത്യയുടെ അടുത്തു നീ ഇരിക്കേ. എടാ എടാ, നീ അങ്ങനെ ഇരിക്കെ ആഗ്രഹമില്ലെന്നൊന്നും എന്നോട് പറഞ്ഞളയല്ലേ. എടാ മക്കളെ, നീ കള്ളം പറഞ്ഞാലേ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും ഇല്ലേ? നീ വേദനിക്കാതിരിക്കാനാ ഞാൻ ഈ പറയുന്നേ. എന്നെ പൊന്നു മോനെ, നീ നീ അവളെ മാത്രമല്ലേ സ്നേഹിച്ചിട്ടുള്ളൂ അല്ലേ? നിന്നെ സ്നേഹിക്കുന്ന പെണ്ണിനെ കാവലിരിക്കുന്നത് നിന്റെ അവകാശമാണ്. നീ ഒന്ന് ചെല്ലു മോനെ. പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.